നമസ്കാരം. കറിവേപ്പിലേക്ക് സ്വാഗതം. ഇപ്പോൾ എവിടെ നോക്കിയാലും മാങ്ങ തന്നെ മാങ്ങ, പച്ചയും പഴുത്തതും ഒക്കെ. യൂട്യൂബിലായാലും പുറത്ത് കടകളിലായാലും നമ്മുടെയൊക്കെ വീടുകളിലായാലും മാങ്ങയുടെ ഒരു പ്രളയം തന്നെ അല്ലേ. എൻ്റെ വീട്ടിലൊരു നല്ല കായ്ക്കുന്ന നല്ലൊരു മാവുണ്ട്. അതിൽ നിന്ന് പറിച്ചെടുത്തൊരു മാങ്ങ കൊണ്ട് വ്യത്യസ്തമായ രുചിയിൽ നല്ലൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി. അവസാനം ടിപ്സിലൊരു സർപ്രൈസ് കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണണേ. സാധാരണ നമ്മൾ തേങ്ങാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ പുളിക്ക് വേണ്ടി നമ്മൾ വാളംപുളിയാണല്ലോ ഉപയോഗിക്കാറ്. അതിന് പകരം നമ്മളിവിടെ പച്ചമാങ്ങ ഉപയോഗിച്ചാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. ഏകദേശം 700 ഗ്രാം വലിപ്പമുള്ള 1.5 തേങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ തിരുമ്മി വന്നപ്പോൾ 250 ml കപ്പിന് 6 കപ്പ് തേങ്ങ ഉണ്ടായിരുന്നേ. ഇനി നമുക്ക് മാങ്ങ റെഡിയാക്കി വയ്ക്കാം. ഈ കൂട്ടത്തിൽ നിന്ന് സാമാന്യ വലിപ്പമുള്ളൊരു മാങ്ങ ഏകദേശം 700 ഗ്രാമോളം ഉണ്ടായിരുന്നേ. ആ മാങ്ങ പറിച്ച ശേഷം അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി തുടച്ചെടുക്കുക. സ്വതവേ മാങ്ങയിൽ ഈർപ്പമുള്ളതുകൊണ്ട് പുറത്തെ വെള്ളമൊക്കെ നന്നായി തുടച്ച് മാറ്റണേ. അതിനുശേഷം ഒരു പീലർ ഉപയോഗിച്ച് പുറത്തെ തൊലി ചെത്തിക്കളയുക. എന്നിട്ട് അല്പം വലിയ ഹോളുള്ള ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഈ ഒരു മാങ്ങയും ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള 6 കപ്പ് തേങ്ങയ്ക്ക് ഈ ഒരു മാങ്ങയും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഗ്രേറ്റ് ചെയ്ത മാങ്ങ നമുക്ക് ഇപ്പം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഒന്ന് ഉണക്കിയെടുക്കാം. വെയിലില്ലാത്ത സമയത്ത് നമുക്ക് തേങ്ങയുടെ കൂടെ ഇട്ട് വറുക്കാം. ഞാനത് അവസാനം കാണിക്കുന്നുണ്ട്. ഈ മാങ്ങയുടെ ഈർപ്പം കൊണ്ട് പാത്രത്തിന് വല്ല കേടും പറ്റുമെന്ന് കരുതിയാണ് ഞാനൊരു തുണി ഇട്ടത്. പിന്നീട് ഞാൻ ആ തുണി അങ്ങ് മാറ്റി, കുഴപ്പമൊന്നുമില്ലായിരുന്നേ. 2 ദിവസം ഒരുവിധം നല്ല വെയിൽ കൊണ്ടപ്പോൾ ഇതൊരു നന്നായിട്ട് ഉണങ്ങി കിട്ടിയേ. ഇപ്പോൾ പകുതി ഉണങ്ങിയതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തേങ്ങയുടെ കൂടെ ഇട്ട് വറുക്കാം. ആദ്യം ഒരു ഉണക്കിയതിന് ശേഷം നമുക്ക് തേങ്ങയുടെ കൂടെ ഇട്ട് വറുക്കാം. പിന്നെ അഥവാ നമുക്ക് ഇത് ഉണക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തേങ്ങയുടെ കൂടെ ഈ ഗ്രേറ്റ് ചെയ്ത മാങ്ങയും കൂടെ ഇട്ട് വറുക്കാം. ഞാൻ അവസാനം അതും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചമ്മന്തിപ്പൊടിയുടെ ചേരുവകളൊന്ന് നോക്കാം. തേങ്ങയുടെ കണക്കനുസരിച്ചാണ് ഈ ചേരുവകളുടെ അളവ് ഞാനിപ്പോൾ പറയുന്നത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പോൾ മുളക്, സാധാരണ മുളക് ഞാനിപ്പോൾ ഒരു 10, 20, 22 മുളകോളം എടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ടായിട്ട് പൊട്ടിച്ചിടുക. പിന്നെ അടുത്തത് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി ഒരു 5-6 കഷ്ണം ഇതുപോലെ എടുത്ത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിടുക. പിന്നെ വേണ്ടത് നമുക്ക് 1/4 ഇഞ്ചോളം വരുന്ന ഒരു പീസ് ഇഞ്ചിയാണ്. അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുക. ഇഞ്ചി നമുക്ക് ഇതുപോലെ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയേ ഇത്രയും പീസൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമ്മളിത് ഇഞ്ചി നന്നായിട്ട് കഴുകി തോലോടുകൂടെ ചെറിയ പീസാക്കി ഒരു കുപ്പിക്കകത്തോട്ടിടുക. ഞാനിത് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇഞ്ചിയുടെ ഒരു വീഡിയോയിൽ അത് വേണമെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഐ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ കാണാം. അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ ലാസ്റ്റിൽ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. എന്നിട്ട് കുപ്പിയിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് നല്ല ഫ്രഷ് വാട്ടർ ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഇടയ്ക്ക് ഒരു 3-4 ദിവസം കൂടുമ്പോഴേക്കും അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണേ. ഒരു 3 മാസത്തോളം ഇത് കേടാകാതിരിക്കും. നമുക്ക് ആ ഇഞ്ചി ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി ഇതിനകത്തുനിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. വെള്ളം മാറ്റി കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴുകിയൊന്നും വേണ്ടല്ലോ, നേരിട്ടങ്ങ് ഉപയോഗിക്കാം. ഇനി അതിലേക്ക് കുരുമുളക് 1.5 ടീസ്പൂൺ കുരുമുളക്, മല്ലി 1.5 ടീസ്പൂൺ, ഉലുവ ഒരു 1/4 ടീസ്പൂൺ, കറിവേപ്പില ഒരു 5-6 തണ്ടിടാമേ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതിനകത്ത് മൊത്തം ഈ വെള്ളപ്പൊട്ടുകളായിരുന്നു. അത് എന്തുകൊണ്ടാണ് ആ വെള്ളപ്പൊട്ടുകളെന്ന് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഒരു 2-3 നുള്ള് കായം ഇടണം. ഈ കായം ഇപ്പോൾ ഇടണ്ട, ഏകദേശം കായപ്പൊടി ആയതുകൊണ്ട് ഏകദേശം അവസാനം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മതി. ഇനി ഇതാണ് നമ്മൾ ഉണക്കി വെച്ച മാങ്ങ. ഇതിപ്പോൾ ഏകദേശം ഒരു 60 ഗ്രാമോളം ഉണ്ടായിരുന്നേ. 1.5 കപ്പ് ഉണങ്ങി വന്നപ്പോഴേക്കും. മാങ്ങ ഉണങ്ങിയതല്ലേ, അവസാനം ഇട്ടാൽ മതി. ഇനി ഒരു 3 ടീസ്പൂൺ ഉപ്പിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗവിലേക്ക് വയ്ക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ആദ്യം അല്പം ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അത് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. ചൂടിനനുസരിച്ച് ഫ്ലെയിം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. നല്ല ചൂട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. ഞാനിവിടെ ഉപയോഗിച്ച പാത്രം ശരിയായില്ല. ഇതാണ് ഞാൻ ഉപയോഗിച്ച വോക്ക്. ഇതൊരു ചൂട് കട്ടിയുള്ള പാത്രമല്ല, എല്ലാ ഭാഗവും ഈക്വൽ തിക്നെസ്സാണ്. അധികം കട്ടിയില്ല, പെട്ടെന്ന് ഇത് ചൂടാകും. കാർബൺ സ്റ്റീൽ വോക്ക് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല വലിപ്പവും വിസ്താരവും ഒക്കെ ഉണ്ട്. ഡീപ് ഫ്രൈ ചെയ്യാനാണ് ഇത്. കറികളൊക്കെ വയ്ക്കാനും ഒക്കെ നല്ലതാണ്. 4 ലിറ്റർ കപ്പാസിറ്റി, 30 സെൻറ്റിമീറ്റർ ഡയമീറ്ററും. പിന്നെ വെയിറ്റ് ആണെങ്കിൽ 1 കിലോയേ ഉള്ളൂ. അധികം വെയിറ്റ് തോന്നുന്നില്ല നമുക്ക്. ഫിമോറ എന്നാണ് കമ്പനിയുടെ പേര്. കാർബൺ സ്റ്റീൽ വോക്ക് എന്ന് പറയാൻ കാരണം അയണിൽ അല്പം കൂടി കാർബൺ ചേർന്നതായതുകൊണ്ടാണ്. അയണേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നോൺ സ്റ്റിക്കാണ്, ഇൻഡക്ഷൻ ഫ്രണ്ട്ലിയാണ്. അകത്തും പുറത്തുമൊക്കെ മാർബിൾ കോട്ടിംഗ് ഉണ്ട്. സംഭവം കൊള്ളാം, പക്ഷേ ഈ പർപ്പസിന് അത്ര നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാനീ പാത്രം ആദ്യമായിട്ടാണ് ഇതുപോലെ ഉള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്.
ഒരല്പം ചുവട്ടിൽ പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ ഒരു ഏകദേശം 20 മിനിറ്റ്. അപ്പം നമ്മൾ ഉണക്കി വെച്ച മാങ്ങ അപ്പോഴൊന്ന് ചേർത്താൽ മതി. കാരണം അത് നന്നായിട്ട് ഉണങ്ങിയതാണല്ലോ. അപ്പോൾ ഇതിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് കായപ്പൊടി ഇടാം. കായപ്പൊടി ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി, ഒരു 2-3 നുള്ളു മതിയാവും. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് തട്ടി വയ്ക്കാനുള്ള പാത്രം കൂടി നമ്മൾ തുടങ്ങുമ്പോഴേ എടുത്ത് വയ്ക്കണേ, അല്ലെങ്കിൽ നമ്മൾ അന്നേരം നമുക്കിത് ഓടിപ്പോയാണെങ്കിൽ കരിഞ്ഞു പോകും. തണുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 2-3 പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. കൂടുതൽ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ചെയ്ത് മിക്സിയിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ കട്ടയായി പോകും. ഹൈ സ്പീഡ് വേണ്ട, ലോ സ്പീഡ് മതി. ലോ സ്പീഡിൽ ഒരു 4-5 സെക്കൻഡ് അടിച്ച ശേഷം തുറന്ന് സ്പാച്ചില കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ടേ അടിച്ചെടുക്കാവൂ, അല്ലെങ്കിൽ ഈ എണ്ണ കൊണ്ട് അതിൽ നിന്ന് വന്ന് കട്ടിയായിപ്പോവും. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി പച്ച മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ഈ ചമ്മന്തിപ്പൊടി വളരെ സ്വാദിഷ്ടമാണ്. എന്നാൽ നമുക്ക് മാങ്ങയുള്ള സീസണിൽ ഇത് ഉണ്ടാക്കി വയ്ക്കാം. ഇതങ്ങനെ പുറത്തിരുന്നാലും ചീത്താകുകയൊന്നുമില്ല. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള നല്ല കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചാൽ മതി. നമ്മളിത് വായിലേക്ക് വെക്കുമ്പോൾ ആ പുളിപ്പ് വരുമ്പോൾ നമുക്ക് മാങ്ങയാണല്ലോ എന്നുള്ളൊരു സന്തോഷം കാണും. നല്ല ടേസ്റ്റുമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെയിലത്ത് ഉണക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് തേങ്ങയുടെയും മറ്റ് ചേരുവകളുടെയും കൂടെ ഈ ഗ്രേറ്റ് ചെയ്ത മാങ്ങയും കൂടി ഇട്ട് ഇതുപോലെ വറുത്തെടുക്കാം. 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് ഗ്രേറ്റഡ് പച്ചമാങ്ങയും കൂടി ഇതുപോലെ ചുവട് കട്ടിയുള്ള പാത്രത്തിലിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കാം. ഒരു ഉണക്ക മാങ്ങയ്ക്ക് കിട്ടിയാൽ പെട്ടെന്നിത് വറുത്ത് കിട്ടും. വെയിലില്ലെങ്കിലും ഇതുപോലെ വറുത്തെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കണ്ടില്ലേ, താഴെയുള്ളതെല്ലാം ചുമന്ന് വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഫ്ലെയിമും ശ്രദ്ധിക്കണം. ഇപ്പോഴൊരു 20-25 മിനിറ്റായി കാണുമേ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതിൽ ചമ്മന്തിപ്പൊടിയുടെ ചേരുവകളിട്ടാൽ മാങ്ങാ ചമ്മന്തിപ്പൊടിയാവും. ഇപ്പോൾ ഇതിൽ തേങ്ങയുണ്ട്, പുളിപ്പിന് മാങ്ങയുണ്ട്. ഇനി ഇതിനെ ഉപയോഗപ്പെടുത്തണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ബാക്കി ചേരുവകളും ചേർത്ത് ഞാനൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാക്കി മാറ്റിയേ. ഇത് ഉണക്കച്ചെമ്മീൻ വാങ്ങി അതിൻ്റെ തലയെല്ലാം മാറ്റിയ ശേഷം നന്നായിട്ട് കഴുകി വറുത്തതാണ്. ഇങ്ങനെ റെഡി ടു കുക്കാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് പല കറികൾക്കും, അതായത് ചമ്മന്തി അരയ്ക്കാനായാലും മറ്റ് കറികൾക്കായാലും വളരെ പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാം. ഇനി ആ തേങ്ങയും മാങ്ങ ഗ്രേറ്റ് ചെയ്തും കൂടിയിട്ട് വറുത്തെടുത്തതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി അതിലേക്ക് 1/4 കപ്പ് ക്ലീൻ ചെയ്ത് വറുത്തെടുത്ത ഉണക്കച്ചെമ്മീനും കൂടി ഇടാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും 3 ചെറിയ ഉള്ളി, പിന്നെ ഒരു കറിവേപ്പില 4-5 ഇല മാത്രം, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന സാദാ ജീരകപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടു. ഇതിനൊന്ന് പൊടിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ ഡ്രൈ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും റെഡി ആയിട്ടുണ്ട്. പരീക്ഷണാർത്ഥം ചെയ്തതാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ്. ഈ ചമ്മന്തിപ്പൊടി 4 ദിവസമായപ്പോഴേക്കും തീർന്നുപോയി. ചോറിനും കഞ്ഞിക്കും ബെസ്റ്റാണ്. 4 ദിവസവും ഇത് കേടാകാതെ തന്നെ പുറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഈ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉള്ളിയെ മാത്രമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ, അത് വറുത്ത കൂട്ടത്തിലില്ലായിരുന്നല്ലോ. എന്തായാലും പച്ചമാങ്ങ കൊണ്ടുള്ള ഈ 2 തരം ചമ്മന്തിയും സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഏറ്റവും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. ഇനി ടിപ്സ് കൂടി കാണണേ. ഇന്നത്തെ ടിപ്സിൽ ഒരു സർപ്രൈസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ചാൽ, ഓരോ വർഷവും മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് മദേഴ്സ് ഡേ, അതായത് അമ്മമാരുടെ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ 2ാമത്തെ ഞായർ എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ മെയ് 10-ാം തീയതി ആയിരുന്നല്ലോ. അന്ന് എനിക്ക് എൻ്റെ മകൾ തന്ന മദേഴ്സ് ഡേ ഗിഫ്റ്റ് എല്ലാ മക്കൾക്കും ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലായി നിങ്ങൾക്കും കൂടി ഞാനിത് സമർപ്പിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അമ്മമാർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം വസ്തുക്കളേക്കാൾ ഉപരി മക്കളുടെ സ്നേഹവും കരുതലും അമ്മയുടെ കൂടെ ചെലവഴിക്കുന്ന കുറച്ച് നിമിഷങ്ങളുമാണ് അല്ലേ. വിലയുള്ള സമ്മാനങ്ങൾ നൽകാൻ കഴിയാത്തവർ ഒട്ടും വിഷമിക്കേണ്ട. നമ്മുടെ ഒരു സ്നേഹമുള്ള വിളി, ഒന്ന് ചേർത്ത് പിടിക്കൽ, അമ്മേ സുഖമാണോ എന്നൊരു ചോദ്യം, പല അമ്മമാർക്കും ഏറ്റവും വലിയ മാതൃദിന സമ്മാനം അതുതന്നെയാണ്. അപ്പം നമുക്ക് ഗിഫ്റ്റ് ഒന്ന് കാണാം.
അമ്മയെ സന്തോഷിപ്പിക്കാൻ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും വേണമെന്നില്ല. അമ്മയോടുള്ള ഒരു കരുതൽ, അമ്മയെ സുഖമാണോ എന്നൊരു കുശല അന്വേഷണം, ഇത്രയൊക്കെ അമ്മമാർക്ക് വളരെ സന്തോഷം നൽകുന്നു ഓർക്കുക. എൻ്റെ അമ്മ ഇപ്പോഴില്ല, എന്നാലും ഞാൻ ഈ അവസരത്തിൽ അല്പം കണ്ണു നിറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയെ ഓർക്കുന്നു.